ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ നിയമജ്ഞരും ഫരിസേയരും ഇസ്രയേലിലെ, പ്രത്യേകിച്ച് ഇസ്രയേൽക്കാരുടെ ഇടയിൽ തന്നെ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സമൂഹം ഉയർന്നു വന്നത് തന്നെ ഇസ്രയേൽക്കാരെ ദൈവത്തിൻ്റെ നിയമത്തിൽ പിടിച്ചു നിർത്താനും അവർക്ക് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിരുന്നു. അപ്പം ഈ രണ്ട് ആളുകളും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അപ്പം ഇതിൻ്റെ തുടക്കം വളരെ നന്മ നിറഞ്ഞതാണെങ്കിലും പിന്നീട് ഇവരിതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ആ നന്മയും അതിൻ്റെ ആന്തരികതയിലുണ്ടായിരുന്ന വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതുകൊണ്ടാണ് അവരെ കപടനാട്ടിക്കാരെന്ന് യേശുനാഥൻ പറയുന്നത്. അതായത് ഇസ്രയേലിലെ ദൈവത്തോട് അവരെ ചേർത്ത് നിർത്തിയിരുന്നത് ദൈവാലയമായിരുന്നു. അപ്പോൾ ഈ ദൈവാലയം നശിപ്പിക്കപ്പെടുമ്പോൾ ജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ ചില നിയമ സംവിധാനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നവരായിരുന്നു ഈ നിയമജ്ഞരും ഫരിസേയരും ഒക്കെ. അപ്പം ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്ന് മനുഷ്യരെ പഠിപ്പിച്ചിരുന്നവർ. അപ്പം അതിന് പ്രധാനമായും അവർ പങ്കുവഹിച്ചിരുന്നത് ഈ ആന്തരിക ശുദ്ധി, ഭാഗ്യശുദ്ധി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എന്നാൽ പതുക്കെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ബാഹ്യമായ അടയാളങ്ങളിൽ ഇവർ ഒതുങ്ങിപ്പോയി. ആന്തരികമായ വിശുദ്ധിയും കരുണയും സ്നേഹമൊക്കെ ഇവർ മറന്നുപോയി. കാരണം ഇവരുടെ പ്രാധാന്യം മുഴുവനും മനുഷ്യരെ കാണിക്കുക എന്നതായി മാറി. അപ്പോൾ ഇവർ നിയമം പാലിച്ചിരുന്നത് പോലും കപടനാട്യത്തിലൂടെയായിരുന്നു. അതായത് തൊട്ടടുത്തുള്ള ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയല്ല. കൂടെയുള്ള മനുഷ്യർക്ക് മുൻപിൽ ഞങ്ങൾ നിയമങ്ങൾ പാലിക്കുന്ന മനുഷ്യരാണ് എന്ത് കാണിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ പാലിച്ചു തുടങ്ങുന്ന മനുഷ്യരായി മാറി. അങ്ങനെ ഇവർ മാറുകയും ചുറ്റുമുള്ള മനുഷ്യരോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ ആന്തരിക വിശുദ്ധി അത് മറന്നു കളഞ്ഞുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോവുകയാണ്. ഈ ബാഹ്യമായ കാര്യങ്ങൾ പ്രാധാന്യമുള്ളവ തന്നെയാണ്, എന്നാൽ അതിനേക്കാളും പ്രാധാന്യം മനസ്സിൻ്റെ വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ സ്നേഹമാണ്, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട കരുണയാണ്. അപ്പോൾ ഇതൊക്കെ മറന്നു കളഞ്ഞുകൊണ്ട് ബാഹ്യമായ പ്രകടനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തികളായി ഇവർ മാറി. അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ ശകാരിക്കുന്നത്. സുവിശേഷം നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ഏറ്റവും ആദ്യം നോക്കുന്നത്. ബാഹ്യമായ വിശുദ്ധി ആവശ്യമാണെങ്കിലും ഹൃദയത്തിന് സ്നേഹവും കരുണയും ഒന്നും ഇല്ലാതെ നമ്മൾ എത്രമാത്രം ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താലും അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാധാന്യമുള്ളവയായി മാറുകയില്ല. സ്നേഹിക്കുന്ന വ്യക്തികളും കരുണയുള്ള വ്യക്തികളുമായി നമ്മൾ മാറണം. യേശുനാഥൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ബാഹ്യമായ അടയാളങ്ങളെക്കാൾ ഉപരി ആന്തരികമായ വിശുദ്ധിക്കും കരുണയ്ക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരായി തീരാനുള്ള അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.